നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇവിടെ ഒരു പെയർ ഓഫ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. 2x plus 3y is equal to 35 and 3x minus 5y is equal to 5. ഇത് എലിമിനേഷൻ മെത്തേഡ് വഴി ഈ കാണുന്ന പെയർ ഓഫ് ഇക്വേഷനിലെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷനിലെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോൾവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഇക്വേഷൻസ് രണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്. അപ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. 2x plus 3y equal to 35. അത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുക. 3x minus 5y is equal to 5. ഇത് ഇക്വേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുക എക്സിൻ്റെ ടേമിനെ എലിമിനേറ്റ് ചെയ്യണോ അതോ വൈയുടെ ടേമിനെ എലിമിനേറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക. എന്തായാലും ഇപ്പോൾ സപ്പോസ് എക്സിൻ്റെ ടേമാണ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ എക്സിൻ്റെ ടേമാണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് എക്സിൻ്റെ കൂടെയുള്ള രണ്ട് നമ്പറും സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നോക്കാൻ നേരത്തെ എക്സിൻ്റെ കൂടെയുള്ള രണ്ട് നമ്പർ ഒരെണ്ണം മേളത്തെ ഇക്വേഷനിൽ 2ഉം താഴത്തെ ഇക്വേഷനിൽ 3ഉമാണ്. സെയിം അല്ല. അപ്പോൾ സെയിം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സിൻ്റെ ടൈം എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ ആ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം എന്നുള്ളൊരു പ്രോസസ്സാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. അന്നേരം നമ്മൾ നോക്കുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ നോക്കുമ്പോൾ 2ഉം 3ഉം അല്ലേ കിടക്കുന്നത്. അപ്പോൾ LCM ഓഫ് 2 and 3 എന്ന് പറയുന്നത് 6 ആണല്ലോ. 2ൻ്റെയും 3ൻ്റെയും LCM എന്നുള്ളത് 6 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ രണ്ട് ഇക്വേഷനിലെയും എക്സിൻ്റെ സ്ഥാനത്ത്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ഥാനത്ത് 6 കൊണ്ടുവരാനായിട്ട് പറ്റും. 6 കൊണ്ടുവരാൻ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഈ എക്സിൻ്റെ മേളിലത്തെ ഇക്വേഷൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം താഴത്തെ ഇക്വേഷൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3ഉം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് നമ്പറുകളും നമുക്ക് സെയിം ആക്കി കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 ഉറപ്പായിട്ടും വരും മുകളിലത്തെ ഇക്വേഷനിൽ. ഇക്വേഷൻ നമ്പർ 2ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും 6 വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലത്തെ ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ 1ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? 6x 3y എന്ന് പറയുന്നത് എത്രയാണ്? 9y ഈക്വൽ ടു 35 ഇൻറ്റു 3. സോ 35 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്ര ഒരു 5 3 15 5 ബാലൻസ് 1 3 3 9 1 10 105. സോ 105 എന്ന് വരുന്നു. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 3 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ന് ഈക്വലാണ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ താഴത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2 നമ്മുടെ 3xൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ 6x ആണ്. 5yയുടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ -10y ആണ്. ഇനി 5ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ അത് 10ഉമാണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പുതുതായിട്ട് കിട്ടിയ രണ്ട് ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സിൻ്റെ ടേമുകൾ നമ്മൾ എടുക്കാൻ നേരത്ത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടോ? 6 6 സെയിം നമ്പർ വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് എക്സിൻ്റെ ടേമുകൾ ഡിലീറ്റ് ആക്കാനായിട്ട് നമുക്കിനി സാധിക്കും. എക്സിൻ്റെ ടേമുകൾ ബിക്കോസ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4 നമുക്ക് കിട്ടിയല്ലോ. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഏത് ഓപ്പറേഷൻ ചെയ്യണം? അഡിഷൻ ചെയ്യണോ അതോ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷനാണ് നമ്മൾ അടുത്തെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സിൻ്റെ ടേമാണല്ലോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രണ്ട് എക്സിൻ്റെ ടേമുകളും +6x എന്നാണ് മേളിലും താഴെ കിടക്കുന്നത്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ടേമുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് തമ്മിൽ സബ്ട്രാക്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം രണ്ട് ടേമുകളും പോസിറ്റീവ് ആണെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്. മാത്രമല്ല, സപ്പോസ് ഇനി രണ്ട് ടേമുകളും നെഗറ്റീവ് ആണെങ്കിലും അവരെ തമ്മിൽ എലിമിനേറ്റ് ചെയ്യാൻ അവിടെയും സബ്ട്രാക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതെന്താ മനസ്സിലാക്കുക? രണ്ട് ടേമുകളും രണ്ട് ടേമുകളും പോസിറ്റീവ് ടേമുകളാണെങ്കിൽ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുക. രണ്ട് ടേമുകളും നെഗറ്റീവ് ടേമുകളാണെങ്കിലും സബ്ട്രാക്ഷൻ തന്നെ യൂസ് ചെയ്യുക. ഇനി ഒരു ടേം നെഗറ്റീവും മറ്റേ ടേം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡിഷൻ യൂസ് ചെയ്താലേ നമുക്ക് ഡിലീറ്റായി 0 വരത്തുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആവും.
രണ്ടെണ്ണം നെഗറ്റീവ് ആണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് 0 ആവും. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യുമ്പം നമുക്ക് 0 കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കാൻ നേരത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ടൈം നമ്മുടെ എക്സ് ആണല്ലോ. ആ എക്സിൽ എക്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ 2 6x ആണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഇത് എലിമിനേറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും 6x എന്നായിരുന്നു കിടന്നത്, ഇവിടെയും 6x എന്നാണ് കിടക്കുന്നത്. ഇവർ തമ്മിൽ ഞാൻ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4, അല്ലെങ്കിൽ തിരിച്ച് ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3 ചെയ്താലും മതി. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6x 6x കഴിയുമ്പോൾ 0 വരും. ഇനി നമുക്ക് ഈ 9y മൈനസ് 10y കൂടെ നമ്മൾ സബ്ട്രാക്റ്റല്ലേ ചെയ്യുന്നത്. അപ്പോൾ 9y മൈനസ് 10y, ഇതിൻ്റെ ഇടയ്ക്ക് സബ്ട്രാക്ഷൻ്റെ ഒരു മൈനസും കൂടെ വരും. മുകളിലത്തെ ടൈം 9y ആണ്, താഴത്തെ ടൈം മൈനസ് 10y ആണ്. അത് സബ്ട്രാക്ഷൻ്റെ മൈനസും കൂടെ വരുമ്പോൾ 9y പ്ലസ് 10y എന്ന് പറയുന്നത് എന്താണ്, 19y എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക, 19y എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ശ്രദ്ധിക്കുക, ഈ സബ്ട്രാക്ഷൻ്റെ മൈനസും ടേമിൻ്റെ മൈനസും കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, അത് അഡീഷനായിട്ട് നമ്മൾ സബ്ട്രാക്റ്റാണ് ചെയ്തെങ്കിലും അത് അഡീഷണലായിട്ട് കൺവേർഡ് ആവും കേട്ടോ. ഇനി മേളിൽ 105 നിന്ന് നമ്മുടെ 10 കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ 95 എന്ന് കിട്ടും. 95ഉം 10ഉം ആണല്ലോ 105. സോ ഇങ്ങനൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടുന്ന് y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y നമ്മൾ 95 ഡിവൈഡ് ബൈ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 95 ഡിവൈഡ് ബൈ 19 എന്നുള്ളത് നോക്കി എന്തുവാണെന്ന്, 95 ഡിവൈഡ് ബൈ 19. സോ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 5 ആണ്. സോ അപ്പോൾ നമ്മൾ 95 ഡിവൈഡ് ബൈ 19 എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 എന്നുള്ളൊരു ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എക്സ് കണ്ടുപിടിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത്. അതിനെന്ത് ചെയ്യുക, സിമ്പിളാണ്. ഇപ്പോൾ കിട്ടിയ വൈയുടെ വാല്യൂ പുട്ട് y ഈസ് ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ നമ്പർ നമുക്ക് ഏതാ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ 2 ആണല്ലേ, 2 കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് 3x മൈനസ് 5 ഇൻറ്റു 5 ഈക്വൽ ടു 5 എന്ന് വരും. ശരിയല്ലേ? കാരണം ഇക്വേഷൻ നമ്പർ 2 നമ്മുടെ ഈ പറയുന്ന വൈക്ക് പകരമാണ് ഞാൻ ഈ 5 അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ വരും 3x മൈനസ് 25 ഇസ് ഈക്വൽ ടു 5. ഇവിടെ നിന്ന് 3x ഈക്വൽ ടു 5 പ്ലസ് 25 എന്ന് കിട്ടുകയും 3x ഈക്വൽ ടു 30 എന്ന് വരികയും എക്സിൻ്റെ വാല്യൂ 30/3 എന്ന് വരികയും എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എക്സിൻ്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 5. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 3 അപ്പുറത്ത് പോയപ്പോഴാണ് ഡിവിഷൻ ആയത് കേട്ടോ. ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് ആണല്ലോ. ആ ഇൻറ്റു 3 അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. 30/3 10 എന്നുള്ള ആൻസറിലോട്ട് റീച്ച് ചെയ്യും. ഇത് മനസ്സിലാക്കി പഠിക്കുക. ഇത്തരത്തിലാണ് ഈ ടൈപ്പ് പ്രോബ്ലംസിൻ്റെ എല്ലാം എലിമിനേഷൻ മെത്തേഡ് വഴി ചെയ്യുന്നത്. ഓക്കെ.